വിവരത്തെ തകർക്കാനോ ഇല്ലായ്മ ചെയ്യാനോ നിഷേധിക്കാനോ സാധ്യമല്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് ഉറച്ചുപോയിട്ടുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് ആദ്യമായി വിഷയം അവതരിപ്പിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ അങ്ങേയറ്റം അങ്ങോട്ട് വിശ്വസിച്ചു. അവ്വലുമൻ ആമന ബി അബൂബക്കർ, ആദ്യമായി ആ വിശ്വാസം ഏറ്റെടുത്തു. എന്താണ് കാരണം? അതിനൊരു അനുഭവമുണ്ട്. ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു പൂർണ്ണ ചന്ദ്രൻ അതിങ്ങനെ ആകാശത്തിന് നേരെ വീണു, അതെന്റെ മടിയിൽ വന്നു. ഞാൻ ആ ചന്ദ്രനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു, നെറ്റി ഉണർന്നു. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ വ്യാഖ്യാനം തേടി അന്വേഷിച്ചപ്പോൾ അതിൽ നിന്നൊരു പിടുത്തം കിട്ടി. ഒരു സത്യപ്രവാചകനും അവരെ നിങ്ങൾ സ്വീകരിക്കും, അവരെ നിങ്ങൾ മുറുകെ പിടിക്കും എന്ന ഒരു പ്രവചനം അതിൻ്റെ പിന്നിൽ നിന്നൊരു വ്യാഖ്യാനം കിട്ടി. ആ വ്യാഖ്യാനവുമായി ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറയുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താ തെളിവ്? അള്ളാഹുവിൻ്റെ റസൂൽ പറയണു, ഷാമിൽ വെച്ച് നിങ്ങൾ കണ്ട സ്വപ്നം പോരെ സിദ്ദീഖേ തെളിവിന്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. ആമിനു ഖമാ ആമനന്നാസ്, അന്നാസിന്റെ വിശ്വാസമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സ്വഹാബത്തിന്റെ വിശ്വാസം ഇങ്ങനെ ഹഖ്ഖുൽ യഖീനിലേക്ക് എത്തിയ ഒരു വിശ്വാസമാണ്. ഹബീബായ തങ്ങളെ ശരിക്കും അനുഭവിച്ച വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് പിന്നീട് 38 ആളുകൾ കടന്നു വന്നു. 38 ആളുകൾ കടന്നു വന്നു. ദാറുൽ അർഖമിൽ രഹസ്യമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, നബിയെ നമ്മളൊന്ന് പബ്ലിക്കിൽ ഇറങ്ങിയാലോ, എങ്ങനെ ഉണ്ടാകും? ഒന്ന് പബ്ലിക്കിൽ ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണോ സിദ്ദീഖേ, എന്താ പ്രശ്നം, നമുക്ക് ഇറങ്ങല്ലേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം വാങ്ങിയിട്ട് അവിടെ കാണുന്ന 38 ആ സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് ഒരു പ്രഭാഷണം നടത്തി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലെ ആദ്യത്തെ ഖതീബാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രഭാഷണം നടത്തി. പ്രഭാഷണം മക്കത്തെ മുശ്രിക്കീങ്ങളുടെ കാതിൽ കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ ഓടി വന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചു, അവശനാക്കി. എത്രമാത്രം എന്ന് വെച്ചാൽ കൂടെയുള്ള പലരും ചെരുപ്പെടുത്തുകൊണ്ട് ചെരുപ്പ് കൊണ്ട് പോലും മുഖത്തടിച്ചു നിന്ദിച്ചു. മലത്തിയിട്ട് കൊണ്ട് പരിശുദ്ധരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദരത്തിൽ വയറ്റത്ത് ചവിട്ടി വല്ലാതെ മർദ്ദിച്ചു. ശരിക്കും പറഞ്ഞാൽ ശ്വാസം നിലച്ചുപോയോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവശനായി കിടക്കുകയാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കടന്നുപോയി. താങ്ങിയെടുത്തു. വിഷയം അറിഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാര് വിഷയം അറിഞ്ഞപ്പോൾ ഓടി വന്നുകൊണ്ട് അവിടെ നിന്ന് താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഉമ്മുൽ ഖൈർ ഉമ്മയുണ്ട് അവിടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി നിന്നു, ഒന്നും മിണ്ടുന്നില്ല. വൈകുന്നേര സമയമായപ്പോഴാണ് ഒന്ന് കണ്ണു തുറന്നത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ണു തുറന്നു നോക്കി, ബോധമൊന്ന് വന്നു. ബോധം വന്ന ഉടനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഹബീബായ തങ്ങൾക്ക് എന്തു പറ്റി? ഇത്രയും അടികിറ്റ് അവശനായി എന്റെ ശരീരം നോക്കുന്നതിന് പകരം ഹബീബായ തങ്ങൾക്ക് എന്തു പറ്റി എന്നാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം വന്ന ഉടനെ ചോദിക്കുന്നത്. ഒറ്റ ചോദ്യം. ഉമ്മ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും ശരീരം ഒന്ന് ക്ലിയർ ആക്കി, നിന്റെ ശരീരം നോക്കണോ? ശരീരം നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പയും പറഞ്ഞു, മാ ഫഅല റസൂലുള്ളാഹ്, റസൂലുള്ളാഹിക്ക് എന്ത് പറ്റി എന്ന് അറിയേണ്ടത്. റസൂലുള്ളാഹിക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ പിന്നീട് അന്വേഷണങ്ങൾ നടന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുണ്ടായിരുന്നു. അവിടെ അന്വേഷിച്ചാൽ വിവരമറിയാം. അവിടെ പോയി അന്വേഷിച്ചു നോക്കിയപ്പോൾ അറിയില്ല. പക്ഷേ വിവരം അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തി സിദ്ദീഖ് റളിയല്ലാഹു അടുത്തേക്ക് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കഴിക്കുക, ക്ഷീണം മാറ്റും. ഞാനൊന്നും കഴിക്കില്ല.
ഹബീബായ തങ്ങളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒന്നും പറ്റാത്ത രൂപത്തിൽ കണ്ടതിന് ശേഷമേ ഈ സിദ്ദീഖിന് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് എനിക്ക് തങ്ങളെ കാണണം. തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് വിവരം കിട്ടിയപ്പോൾ ഈ തങ്ങളെ കണ്ടേ മതിയാവും. ഉമ്മയുടെയും സഹോദരിയുടെയും കൂടെ നേരെ ദാറുൽ അർഖമിൽ ചെന്നപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടെ ഇരിക്കുക. സിദ്ദീഖ് അവശനായിട്ട് കയറി ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖത്ത് കവിളിലുണ്ട് ഹബീബായ തങ്ങൾ ചുടുചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. അപ്പോൾ തങ്ങളോട് പറഞ്ഞ വർത്താനം എന്തായിരുന്നു? തങ്ങളെ കുറ്റപ്രതീക്ഷ, ഒറ്റ ആഗ്രഹം, എൻ്റെ ഉമ്മക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യും. ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്നു, ഉമ്മ ഹിദായത്ത് സ്വീകരിക്കുന്നു, മുസ്ലിമത്താകുന്നു. എന്ത് മനസ്സിലായി? അടിച്ച് അവശനാക്കിയിട്ടും ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടാൻ ആ മനസ്സ് പാകപ്പെട്ടത് അവർ ഈ സത്യത്തെ അനുഭവിച്ചത് കൊണ്ടാണ്. സയ്യിദുനാ ഹുബൈബ് ഇബ്നു അർത്ത് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശരീരത്തിൽ നിന്നിങ്ങനെ മാംസങ്ങൾ മുറിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പകരം മുഹമ്മദ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മുഹമ്മദിനെ ഇവിടെ പകരമാക്കുക എന്ന് മാത്രമല്ല, ഹബീബായ തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഹുബൈബിന് ഇഷ്ടമില്ല എന്ന് ഉച്ചത്തിൽ അങ്ങ് പ്രഖ്യാപിച്ചു. തൂക്കുമരത്തിന്റെ മുന്നിൽ ജീവനെ അർപ്പിച്ചു കൊടുത്തു മഹാനായ സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം അവിടെ സമർപ്പിക്കുമോ? അവിടെ നമ്മൾ ഉസ്വത്തുൻ ഹസനയിൽ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ഉത്തരാധുനിക കാലഘട്ടത്തിൽ ഹബീബായ തങ്ങളുടെ കുറ്റവും കുറവും അന്വേഷിക്കുന്നവരാണ്. കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ അങ്ങ് 6-ാം നൂറ്റാണ്ടിൽ ഹബീബായ തങ്ങളുടെ ഓരത്ത് ജീവിച്ച സ്വഹാബത്ത് ശരീരം പണയം വെക്കുമ്പോൾ, ഭാര്യമാരെ വിധവകളാക്കുമ്പോൾ, മക്കളെ യതീമാക്കുമ്പോൾ, ശരീരത്തിൽ നിന്നിങ്ങനെ മാംസങ്ങൾ പറിച്ചെടുക്കുമ്പോൾ സയ്യിദുനാ ബിലാൽ ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ആ അറേബ്യയുടെ ചുട്ടുപൊയ്ത്ത മണലാരണ്യത്തിൽ നഗ്നനാക്കിയിട്ട് കിടത്തിയിട്ട് ചുട്ടുപൊയ്ത്ത കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് മാറ്റിത്തരാം, രക്ഷപ്പെടാം, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പിന്മാറണം. മാറില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു സയ്യിദുനാ ബിലാൽ ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു. എന്തെങ്കിലും ഒരു പോരായ്മ ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കോ? പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും ഒരു മായമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിട്ട് അകലുമായിരുന്നു. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നാടും വീടും നഗരവും വിട്ട് എല്ലാം കഴിഞ്ഞു. സയ്യിദുനാ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, കഅബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്ക വിട്ട് മദീനയിലേക്ക് ഇറങ്ങുമ്പോൾ ബോർഡറിൽ തടഞ്ഞു വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ വന്ന് സമ്പാദിച്ചു സമ്പത്തുമായി ഇനി മുഹമ്മദിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ മദീനയിലേക്ക് കയറ്റുകയാണെന്ന് ചോദിച്ചപ്പോ മഹാനായ